സാംസങ് ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഹീറ്റർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് നമ്മൾ പാനൽ ഇളക്കുക, അത് നമ്മൾ സുരക്ഷിതമായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ടെസ്റ്ററോ വെച്ചിട്ട് ഈ ഹീറ്റർ പോകുന്നൊരു ഭാഗമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹീറ്റർ വരുന്നത്. ആ ഹീറ്ററിനകത്തൊരു സപ്ലൈ പോലെ ഹീറ്ററിനകത്തൊരു തന്നെ തെർമൽ ഫീസ് വരുന്നുണ്ട്. ആ തെർമൽ ഫീസിന് പ്രശ്നമില്ല, പക്ഷേ ഹീറ്ററാണ് ഇതിനകത്ത് ഷൂട്ടിങ് വന്നിരിക്കുന്നത്, ഗ്രൗണ്ട് വന്നിരിക്കുകയാണ് ഹീറ്ററിനകത്ത്. അപ്പോൾ ഹീറ്റർ ഇളക്കുന്നത് വളരെയധികം റിസ്ക് ഉള്ളൊരു കാര്യമാണ്. കാരണം കൂളിംഗ് കോയിൽ നമ്മൾ എടുത്ത് മേപ്പോട്ട് പൊക്കി വെക്കേണ്ടി വരും. കാരണം സ്ഥിരമായി ചെയ്യുന്നവർക്ക് മാത്രമേ കൃത്യമായിട്ട് കൂളിംഗ് കോയിൽ മേപ്പോട്ട് പൊക്കി വെക്കാൻ പറ്റുകയുള്ളൂ. കോപ്പറിൽ പിടിച്ച് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂളിംഗ് കോയിൽ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഹീറ്ററിലെ ഒരു 4 ലോക്കുണ്ട്, 2 സൈഡിലായിട്ട് ലോക്കുണ്ട്. ആ ലോക്ക് നമ്മൾ ഇളക്കി മാറ്റണം. ആ ഹീറ്റർ നേരെ ജാക്കിലൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വയർ ടൈ ഉണ്ട്, അത് കട്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അത് നമ്മൾ കട്ട് ചെയ്ത് വിടും. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജാക്ക് ഊരുക എന്നുള്ളത് ശകലം പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം കുറേ കാലം എടുക്കാതെ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ കുറേ ടൈറ്റൊക്കെ ആയിട്ടിരിക്കേണ്ടി വരും, ടൈറ്റൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ജാക്ക് വളരെ സൂക്ഷിച്ച് നമ്മൾ പതുക്കെ വയർ അതിൽ നിന്ന് പൊട്ടിപ്പോവാതെ ഇളകണം. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് സെറ്റ് ചെയ്യുന്ന കാര്യം വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കൂടുതലും ടെക്നീഷ്യന്മാരാണ് ഇത് കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അവർക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പം നമ്മൾ ജാക്കിങ്ങനെ ഇളക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പതുക്കെ കൂളിംഗ് കോയിലിനകത്ത് വന്നിരിക്കുന്ന അലൂമിനിയം പ്ലേറ്റിനകത്താണ് ലോക്ക് കൊടുത്തിരിക്കുന്നത്. ആ ലോക്ക് നമ്മൾ പതുക്കെ ഇളക്കി മാറ്റണം. ഈ ഇളക്കി മാറ്റുമ്പോഴത്തേന് ഹീറ്ററിലോ കൂളിംഗ് കോയിലോ സ്ക്രൂ ഡ്രൈവറോ മറ്റു ഉപകരണങ്ങളോ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂളിംഗ് കോയിൽ ലീക്കായിപ്പോവും, ഗ്യാസ് എല്ലാം പുറത്തു പോവുകയും ചെയ്യും. നമ്മൾ ഈ കൂളിംഗ് കോയിൽ എടുത്ത് മേപ്പോട്ട് പൊക്കി വെക്കുമ്പോഴൊരു കാര്യമുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. കൂളിംഗ് കോയിൽ എങ്ങാനും ലീക്കായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഗ്യാസ് നിറയ്ക്കാനുള്ള വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. കാരണം പുതിയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഈ ഹീറ്റർ പോകാനുള്ള പ്രധാന കാരണം എന്തോ ഷോർട്ട് സർക്യൂട്ട് വന്നതുകൊണ്ട് അങ്ങനെ വരാം, അല്ലെങ്കിൽ ആ തെർമൽ പ്രൊട്ടക്ടറിന് ഷോർട്ടിങ് വന്നു കഴിഞ്ഞാലും അങ്ങനെ വരാൻ ഹീറ്റർ കംപ്ലൈൻ്റ് ആയി പോകും. അപ്പം ഈ ജാക്കിങ് ഇളക്കുക. ജാക്ക് ഇളക്കുമ്പം ഒരു കാര്യം പ്രത്യേകിച്ച് അതിനകത്ത് പൊട്ടിപ്പോവോ ഒടിഞ്ഞു പോവുകയോ ചെയ്യുകയാണെങ്കിൽ ജാക്ക് ഇളക്കാൻ വളരെയധികം പ്രയാസം ആയിരിക്കും. ഹീറ്റർ വർക്ക് ആയില്ലെങ്കിൽ താഴോട്ടുള്ള തണുപ്പ് നിൽക്കും. അതാണ് മെയിനായിട്ടും വരുന്ന കംപ്ലൈൻറ്റ്. ഹീറ്റർ മാത്രം കൊണ്ട് താഴോട്ടുള്ള തണുപ്പ് വരാതിരിക്കണമെന്നില്ല. ഹീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ തണുപ്പ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഹീറ്റർ വർക്ക് ചെയ്യായിരിക്കും. ഹീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് വരാം, മറ്റ് സെൻസറുകളുടെ തകരാറ് വരാം, അതുപോലെ തന്നെ ഹീറ്റർ തെർമൽ പ്രൊട്ടക്ടറിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട് അങ്ങനെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഹീറ്റർ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ദൂരി ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഹീറ്റർ. അപ്പം ഇത് മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു ഹീറ്റർ തിരിച്ച് അതുപോലെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജ് ഒന്ന് ചെക്ക് ചെയ്യാണ്. സാംസങ്ങിൻ്റെ ഡബിൾ ഡോർ വരുന്ന ഫ്രിഡ്ജാണ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.